ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വചനവുമായി കടന്നു വരാൻ ദൈവം ഒരു ദിവസവും കൂടി അവസരം തന്നതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങൾ വളരെ ജാഗരൂകരായിരിക്കണം. ഞാൻ ഇരിക്കുന്നത് എവിടെയാണെന്നുള്ള ബോധ്യത്തോടെ നിങ്ങളായിരിക്കണം. സ്വർഗം തൻ്റെ സിംഹാസനവും ഭൂമി തൻ്റെ പാദപീഠവും എന്ന് അരുളിച്ചെയ്തിരിക്കുന്ന ആ പൊന്നു തമ്പുരാൻ്റെ പാദപീഠത്തിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന ബോധ്യത്തോടെ നിങ്ങളായിരുന്നാൽ ഇന്ന് നിങ്ങളോട് വ്യക്തിപരമായിട്ട് എൻ്റെ ദൈവം സംസാരിക്കാനിടയായിത്തീരും. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരൊക്കെ കടന്നു വന്നിട്ടുണ്ടോ അവരോടൊക്കെയും എൻ്റെ ദൈവം വ്യക്തിപരമായി സംസാരിച്ചിട്ടുണ്ടെന്ന് വേദപുസ്തകം പഠിക്കുന്നത് കാണാൻ സാധിക്കുന്നു. ചരിത്രങ്ങൾ പഠിക്കുന്നത് കാണാൻ സാധിക്കുന്നു. അനവധി പിതാക്കന്മാരുടെ ചരിത്രങ്ങൾ വായിക്കുന്നത് കാണാൻ സാധിക്കുന്നു. ആ ദൈവം ഇന്ന് വ്യക്തിപരമായി നിന്നോട് സംസാരിക്കാൻ എൻ്റെ യേശു നിൻ്റെ അടുക്കൽ വചനത്തിലൂടെ കടന്നു വരികയാണ്. അതുകൊണ്ട് ഈ അവസരം പാഴാക്കി കളയരുത്. ഈ അവസരം നമുക്ക് നാളെ ലഭിക്കുമോ, അടുത്ത സമയത്ത് ലഭിക്കുമോ എന്ന് അറിഞ്ഞുകൂടാം. സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നവർക്കൊക്കെയും എൻ്റെ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്, അരുളപ്പാടുകൾ അരുളിയിട്ടുണ്ട്, പുതിയ വഴികൾ എൻ്റെ ദൈവം നൽകിയിട്ടുണ്ട്, ജീവിതത്തെ മാറ്റി മറച്ചിട്ടുണ്ട്, ജീവിതത്തെ അത് എൻ്റെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. എല്ലാ മേഖലകളിലും എൻ്റെ ദൈവം ഉയർത്തിയവരെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചവർക്ക് മാത്രമേ എൻ്റെ ദൈവം അത് തൻ്റെ ജീവിതത്തെ, തൻ്റെ മക്കളുടെ ജീവിതത്തെ എൻ്റെ ദൈവം മാറ്റി മറച്ചായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം അത് തക്കത്തിൽ വിനിയോഗിച്ച് ദൈവവചനം വേണ്ടതുപോലെ വിശുദ്ധ മറിയാം ഉള്ളിൽ വചനം സംഗ്രഹിച്ചതുപോലെ നാം ഉള്ളിൽ സംഗ്രഹിച്ച് കഴിഞ്ഞാൽ ദൈവിക അത്ഭുതം നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ ഇടയായി തീരും. അത് ഇന്ന് നിങ്ങളുടെ കണ്ണുകൊണ്ട് ദർശിക്കാൻ ഇടയായി തീരും. ഈ വചനത്തിലൂടെ, ഈ വചന ശ്രവണത്തിലൂടെ നിങ്ങൾക്ക് അതിന് സാധ്യമായി തീരും. ആയതിലേക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നമുക്കിങ്ങനെ വായിക്കാം എന്നാണ്: നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയിട്ടാണ് ഈ വചനം എഴുതുന്നത്. എന്നെ ശ്രവിക്കുന്ന ദൈവത്തിൻ്റെ ദാസിദാസന്മാരെ, ജന്മം മുതൽ ഈ സമയം വരെയും ജീവിതത്തിൽ സന്തോഷം ലഭിക്കാത്തവരായി, ജീവിതത്തിൽ എപ്പോഴും കയ്പിൻ്റെ അനുഭവത്തോടെ മുന്നോട്ട് നീങ്ങുന്ന വ്യക്തി നീ ആണെങ്കിൽ ഇന്ന് നിനക്ക് വേണ്ടിയിട്ട് ദൈവാത്മാവ് ഒരുക്കി തന്നിരിക്കുന്ന വചനമാണ്, നിനക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന വചനമാണ്. നിനക്ക് വേണ്ടി ഒരു പൂർണ്ണ സന്തോഷം തരാൻ എൻ്റെ യേശു ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് തരാൻ തയ്യാറാകുകയാണ്. എന്തിനാണ് ഈ വചനം എഴുതിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ സന്തോഷം ലഭിക്കാൻ. ഈ വചനം വായിക്കുന്നതിലൂടെ, ഈ വചനം ധ്യാനിക്കുന്നതിലൂടെ, ഈ വചനം പ്രിയമുള്ള ഉരുവിടുന്നതിലൂടെ ദൈവാത്മാവ് പറയുകയാണ് ഇതിലൂടെ സന്തോഷം ലഭിക്കുമെന്ന്. എന്തുകൊണ്ടാണ് ഈ വചനം വായിക്കുമ്പോൾ സന്തോഷം ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ വചനം എഴുതിയത് ലോക മനുഷ്യരല്ല. ഈ ലോകത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ലേഖനങ്ങൾ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിൻ്റെ അകത്ത് ഒത്തിരി വാക്കുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് വായിക്കുമ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ ലോകത്തിലെ ലേഖനകർത്താക്കൾ എഴുതി വിടുന്ന ലേഖനങ്ങൾ വായിക്കുമ്പോൾ അല്പ സന്തോഷം ലഭിക്കും, പക്ഷേ പൂർണ്ണമായ സന്തോഷം ലഭിക്കില്ല. ഇവിടെ വചനം പറയുന്നത് ഈ വചനം വായിക്കുന്നവർക്ക് അത് പൂർണ്ണ സന്തോഷം ലഭിക്കുമെന്നാണ്. എന്തുകൊണ്ടാണ് ലോകക്കാർ എഴുതിയിരിക്കുന്ന വാക്കുകളും അതുപോലെ അവർ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങളും വായിക്കാൻ നമുക്ക് സന്തോഷം ലഭിക്കാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകക്കാർ എഴുതുന്നത് സ്വന്തം ഇഷ്ടത്താലാണ് അവർ എഴുതുന്നത്, സ്വന്തം ഹിതത്താലാണ് എഴുതുന്നത്. അതിൻ്റെ അകത്ത് പാപത്തിൻ്റെ ചില വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് അവർ എഴുതുന്നു. എന്തിനെന്ന് ചോദിച്ചാൽ ലോകക്കാർ എഴുതുന്നത് അത് വിറ്റഴിച്ച് ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് ലോകക്കാർ എഴുതുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം അങ്ങനെയല്ല
എഴുതിയിരിക്കുന്നത്. സ്വന്തം ഇഷ്ടത്താലല്ല. ലോകക്കാർ സ്വന്തം ഇഷ്ടത്താൽ എഴുതുമ്പോൾ ഈ വചനം എഴുതിയിരിക്കുന്നത് സ്വന്തം ഇഷ്ടത്താലല്ല. എങ്ങനെയാണ് ഈ വചനം എഴുതിയിരിക്കുന്നത് ചോദിച്ചാൽ, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ദൈവ ഇഷ്ടത്താൽ. ഈ വചനം എഴുതിയിരിക്കുന്നത് ദൈവ ഇഷ്ടത്താലാണ്. ഈ വചനത്തിൽ ഒരു പുള്ളി ഇടുന്നുവെങ്കിൽ, ഈ വചനത്തിൽ ഒരു അക്ഷരം എഴുതുന്നുവെങ്കിൽ, ഈ വചനത്തിൽ ഒരു കുനിപ്പ് ഇടുന്നുവെങ്കിൽ, ഈ വചനത്തിൽ ഒരു ദീർഘം ഇടുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, സ്വന്തം ഇഷ്ടത്താൽ എഴുതിയ വചനമല്ല ഇത്. സ്വന്തം ഇഷ്ടത്താൽ കുറിച്ച വചനമല്ല ഇത്. അപ്പോസ്തലൻ പൗലോസ് ശക്തമായി പറയുകയാണ്, ഇത് ദൈവ ഇഷ്ടത്താൽ എഴുതിയ വചനമാണ്. ഈ ദൈവ ഇഷ്ടത്താൽ ഈ എഴുതിയ വചനം അത് വായിക്കുമ്പോൾ അതുകൊണ്ടാണ് നമുക്ക് സന്തോഷം ലഭിക്കുന്നത്. ഇന്ന് പലരെയും മാറ്റം വരുത്തുന്ന വചനം ഇതാണ്. ലോകക്കാർ എഴുതിയ വാക്കുകൾ വായിച്ചാരും ഇന്ന് മാനസാന്തരപ്പെട്ടിട്ടില്ല, ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിട്ടില്ല, സന്തോഷം ലഭിച്ചിട്ടില്ല. ഇന്നും അത് ദൈവാത്മാവ് പ്രവർത്തിക്കുന്നുവെങ്കിൽ വചനം വായിച്ചവരുടെ ഇടയിലാണ് ദൈവാത്മാവ് പ്രവർത്തിച്ചിട്ടുള്ളൂ. കാരണം ഇത് എഴുതിയിരിക്കുന്നത് ദൈവ ആത്മാവിനാലായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇന്ന് വായിക്കുമ്പോൾ പലരും മാനസാന്തരപ്പെടുന്നത്. നരഭോജികൾ നരസ്നേഹിയായി മാറുന്നത് എന്താണ്? ക്രൂരന്മാർ എന്തുകൊണ്ട് സ്നേഹത്തിലേക്ക് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ വാക്കുകൾ ദൈവാത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ കുറിക്കപ്പെട്ടിരിക്കുന്ന വചനമായതുകൊണ്ടാണ്. ഈ പരിശുദ്ധാത്മാവിനാൽ കുറിക്കപ്പെട്ടിരിക്കുന്ന ഈ വാക്കുകൾ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യും, ദൈവാത്മാവ് ക്രിയ ചെയ്യും. അങ്ങനെ ഇത് വായിക്കുമ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. 1 മണിക്കൂർ സന്തോഷിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, 2 മണിക്കൂർ സന്തോഷിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും ജന്മം മുതൽ മരണം വരെയും സന്തോഷിക്കാനാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. പക്ഷേ നമുക്ക് ഈ നാളുകളിൽ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. ഏത് രംഗമെടുത്താലും, ഏത് മേഖല എടുത്താലും, കുടുംബജീവിതം എടുത്താലും, വ്യക്തി ജീവിതം എടുത്താലും, അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ആ വാചകത്തിലേക്ക് എനിക്കും നിനക്കും കയറി വരുവാൻ, ആ വാചകത്തിലേക്ക് നാം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നില്ല. എപ്പോഴും സന്തോഷിപ്പീനെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ എനിക്ക് നിനക്ക് സാധിക്കുന്നില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, അപ്പോസ്തലനായ പൗലോസിന് അങ്ങനെ പറയാമെന്ന്. എന്നാൽ എന്നെ കേൾക്കുന്ന വിശ്വാസികളെ ഞാനൊന്ന് പറയട്ടെ, അപ്പോസ്തലന്റെ ജീവിതം ഓരോന്നോരോന്ന് എടുത്ത് പഠിച്ചു നോക്കി കഴിയുമ്പോൾ അപ്പോസ്തലന്റെ ജീവിതത്തിലെ ഏറ്റ പ്രതികൂലങ്ങൾ, പീഡകൾ, ദൈവവചനത്തെ പ്രതി കപ്പൽ ഛേദം, അടികൾ എന്നിവയെല്ലാം ഏറ്റ കാര്യങ്ങൾ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അത്രത്തോളം ഒന്നും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. പക്ഷേ ഈ പീഡയുടെ നടുവിലും ഈ അവിടുത്തെ ഗവൺമെൻറ് തന്നെ ഉപദ്രവിച്ചപ്പോഴും, അതിൻ്റെ നടുവിലും കാരാഗ്രഹത്തിൽ ഈ അപ്പോസ്തലനായ പൗലോസ് ആയിരുന്നപ്പോഴും, അതിൻ്റെ നടുവിലും ഈ പൗലോസിന് സന്തോഷിക്കാൻ സാധിച്ചു. കൈകൾ ആമത്തിലായിരുന്നപ്പോഴും, കാലുകളും ആമത്തിലായിരുന്നപ്പോഴും, ബന്ധനത്തിൻ്റെ നടുവിലും പൗലോസിൻ്റെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിരാശയുടെ ഒരു വാക്കുപോലും പൗലോസ് പറഞ്ഞതായി വേദപുസ്തകം രേഖപ്പെടുത്തുന്നില്ല. ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും, ഏത് ഒറ്റപ്പെടുത്തലിൻ്റെ നടുവിലും, ഏത് പ്രശ്നത്തിൻ്റെ നടുവിലും അപ്പോസ്തലനായ പൗലോസിന് സന്തോഷിക്കാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് എനിക്കും നിനക്കും അല്പമായ ചില പ്രതികൂലങ്ങൾ വരുമ്പോൾ, അല്പമായ ചില വേദനകൾ വരുമ്പോൾ, അല്പമായ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, നമ്മുടെ സഹപാഠികൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മൾ ഉറ്റവർ, ഉടയവർ ഒന്ന് ഒറ്റപ്പെടുത്തി കഴിയുമ്പോൾ നാം നിരാശയായി മാറുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതത്തിലെ സന്തോഷം മൊത്തമായി നഷ്ടപ്പെടാൻ എന്താണ് കാരണം? എന്നാൽ ഈ അപ്പോസ്തലനായ പൗലോസ് പ്രതികൂലത്തിൻ്റെ നടുവിലും എപ്പോഴും A to Z വരെയും സന്തോഷിക്കാൻ സാധിച്ചു.
നമുക്ക് സന്തോഷിക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് യോഹന്നാൻ എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത് കാണാൻ സാധിക്കുന്നു. എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്? ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾ പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് ഞങ്ങളോടും കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പുത്രനായ യേശു ക്രിസ്തുവിനോടാകുന്നു ഞങ്ങളുടെ കൂട്ടായ്മ. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങളോട് പ്രസ്താവിക്കുന്നു. അതിനു മുമ്പ് ഇവിടെ പറയുകയാണ്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് സന്തോഷം ലഭിക്കാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളതാണ് പ്രസ്താവിക്കുന്നത്. ഞങ്ങൾ അനുഭവിച്ചതാണ് നിങ്ങളോട് പറയുന്നത്. മറ്റൊരാൾ പറഞ്ഞു കേട്ടല്ല ഞങ്ങൾ പറയുന്നത്, മറ്റൊരാൾ അനുഭവിച്ച് അല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ അനുഭവിച്ചത്, ഞങ്ങളുടെ കൈ തൊട്ടത്, ഞങ്ങളുടെ കണ്ണ് കണ്ടത്, ഞങ്ങൾക്ക് വ്യക്തിപരമായൊരു അനുഭവമുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ പിതാക്കന്മാർ പ്രതികൂലത്തിൻ്റെ നടുവിൽ സന്തോഷിക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ അവർക്ക് വ്യക്തിപരമായൊരു അനുഭവം ഉണ്ടായിരുന്നു. യേശുവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധമുണ്ട്. ജന്മം മുതൽ ഈ സമയം വരെ നിന്നെ പോറ്റി പുലർത്തിയ, അവസാനത്തെ തുള്ളി രക്തം വരെ മൂറ്റിത്തന്ന് കാൽവറി യാഗമായി തീർന്ന എൻ്റെ യേശുവുമായിട്ട് ഉറ്റമായ ബന്ധം എത്ര പേർക്കുണ്ട്? നിങ്ങൾക്ക് പലരുമായിട്ട് ബന്ധമുണ്ടായിരിക്കാം, നല്ലത് തന്നെ, അത് വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. ബന്ധുക്കളുമായിട്ട് പലരുമായിട്ട് ബന്ധമുണ്ടായിരിക്കാം, പല നേതാക്കളുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടായിരിക്കാം, അതൊന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാം നല്ലത് തന്നെ. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ വചനം ശ്രവിക്കുന്ന എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളോട് വിരൽ ചൂണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ യേശുമായിട്ടുള്ള, ഉടയവനുമായിട്ടുള്ള, എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധം എത്ര പേർക്കുണ്ട്? ഈ സമയം വരെ, ജന്മം മുതൽ ഈ സമയം വരെ ജീവൻ നൽകിയ യേശുമായിട്ട്, ഈ ഹൃദയത്തിൻ്റെ ഇടിപ്പ് നിർത്താത്ത യേശുമായിട്ടുള്ള വ്യക്തിപരമായ, തായ്തണ്ടിനോട് ചില്ലിക്കൊമ്പ് ചേർന്നിരിക്കുന്നത് പോലെ യേശുമായിട്ടുള്ള ഒറ്റ ബന്ധം എത്ര പേർക്കുണ്ട്? എന്തുകൊണ്ടാണ് സന്തോഷം ലഭിക്കാത്തത്? എന്തുകൊണ്ടാണ് പിതാക്കന്മാർ സന്തോഷിച്ചത്? എന്തുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് അതെ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞ് ജീവിതം മുഴുവനും സന്തോഷപൂർണ്ണമാക്കി തീർക്കാൻ കാരണം എന്താണ്? അവർക്ക് ഒറ്റമായ ഒരു ബന്ധമുണ്ടായിരുന്നു. നമുക്കതില്ല. നമുക്ക് പലരുമായിട്ട് ബന്ധമുണ്ട്, പക്ഷെ യേശുമായിട്ടുള്ള ഒരൊറ്റ ബന്ധമില്ല. യേശു നമുക്കെല്ലാവർക്കും സന്തോഷം തരണമെന്ന് ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബജീവിതത്തിൽ, നീ ഏർപ്പെടുന്ന ബിസിനസ് മേഖലകളിൽ, നീ ചെയ്യുന്ന ജോലി രംഗങ്ങളിൽ, എല്ലാ രംഗങ്ങളിലും യേശുവിൻ്റെ സന്തോഷം, യേശു നൽകുന്ന സന്തോഷം, അത് ഭാഗികമായ സന്തോഷമല്ല, പൂർണ്ണമായ സന്തോഷം തരാൻ ഈ ദൈവം ആഗ്രഹിക്കുക. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നാം നമ്മുടെ ജീവിതം ഉയർന്നിട്ടില്ല. പലരെ നോക്കുമ്പോൾ നാം ചിന്തിക്കും, അവൻ സന്തോഷിക്കുന്നുണ്ടല്ലോ, അവർ സന്തോഷിക്കുന്നുണ്ടല്ലോ,
എനിക്കെന്തുകൊണ്ട് സന്തോഷിക്കാൻ സാധിക്കുന്നില്ല? കുഴപ്പം നമ്മുടേതാണ്, തിരുത്തേണ്ടത് നമ്മുടേതാണ്. ചില മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തേണ്ടിയിരിക്കുന്നു, ചില ക്രമീകരണങ്ങൾ ജീവിതത്തിൽ വരുത്തേണ്ടിയിരിക്കുന്നു. യേശുവുമായിട്ട് കഴിഞ്ഞ നാളുകളേക്കാൾ കൂടുതൽ ഒരു ദിവസം കൂടി അടുത്ത് വരണം. യേശുവുമായിട്ട് ഒരു ദിവസവും കൂടി ചേർന്ന് വരണം. നമുക്കത് സാധിക്കുന്നില്ല. നാം ലോകമോഹങ്ങളിലൂടെ ഓടി ഓടി സഞ്ചരിക്കുകയാണ്. ആരാധന ദിവസങ്ങൾ, കൂട്ടായ്മ ദിവസങ്ങൾ, ആരാധനയ്ക്ക് സംബന്ധിക്കാതെ, ദൈവവചനത്തിലേക്ക് കടന്നു വരാതെ, ദൈവവചനം ശ്രവിക്കാതെ, പ്രിയമുള്ളവരെ, ലോകപരമായി അധ്വാനിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഈ സന്തോഷം എന്ന സമ്മാനം എനിക്ക് നിനക്ക് ലഭിക്കുന്നത്? ദൈവസന്നിധിയിൽ കടന്നു വന്നെങ്കിൽ മാത്രമാണ് ദൈവം തരുന്ന സമ്മാനം, സന്തോഷത്തിൻ്റെ സമ്മാനം നൽകാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന എപ്പേർപ്പെട്ടവർക്കും നിങ്ങൾക്ക് വേണ്ടുന്ന സന്തോഷത്തിൻ്റെ സമ്മാനം തരാൻ എൻ്റെ യേശു മതിയായവനാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖത്തെ എടുത്തു മാറ്റാൻ എൻ്റെ യേശു മതിയായവനാണ്. നിങ്ങളുടെ ജീവിതത്തിലെ കണ്ണുനീര് ഒപ്പിയെടുക്കാൻ എൻ്റെ യേശു മതിയായവനാണ്. എൻ്റെ യേശു നിന്നെ സന്തോഷ സമൃദ്ധിയിലേക്ക് കൈപിടിച്ചുയർത്താൻ എൻ്റെ യേശു മതിയായവനാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ന് വരെയും എനിക്കൊന്ന് പൂർണ്ണമായിട്ട് സന്തോഷിക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ, കുഴപ്പം നമ്മുടേതാണ്, തെറ്റ് നമ്മുടേതാണ്. നാം ദൈവസന്നിധിയിൽ കടന്നു വരുന്നില്ല. ദൈവസന്നിധിയിൽ കടന്നു വന്ന് തെറ്റുപറ്റിപ്പോയെന്ന് ദൈവസന്നിധിയിൽ കണ്ണുനീരോടൊന്ന് പ്രാർത്ഥിക്കാമോ? നിനക്ക് സന്തോഷം ലഭിക്കും. ഹന്ന തൻ്റെ ദുഃഖം കൊണ്ട് ദേവാലയത്തിൽ കടന്നു വന്നു. ഈ ഹന്ന ഈ തൻ്റെ ദുഃഖം കൊണ്ട് വേറൊരിടത്തും പോയില്ല, ഒരു മനുഷ്യനെയും കാണാൻ പോയില്ല, ആരുടെ അടുത്തേക്കും പോയില്ല. ഹന്നായ്ക്കൊരു ഉറപ്പുണ്ടായിരുന്നു, എൻ്റെ ദുഃഖം എടുത്തു മാറ്റാൻ, എൻ്റെ വേദന എടുത്തു മാറ്റാൻ, എൻ്റെ പിരിമുറുക്കത്തിൽ നിന്ന് ഒരു മോചനം നൽകാൻ അതേ നസ്രാനായ യേശു മാത്രമേ ഉള്ളൂ എന്ന് ഹന്നായ്ക്ക് ഉറപ്പുണ്ടായിരുന്നു കൊണ്ട് ഹന്ന ഒരിടത്തേക്കും പോയില്ല. യേശുവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന തൻ്റെ കണ്ണുനീര്, തൻ്റെ ദുഃഖം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. ഈ ദൈവത്തോട് നിൻ്റെ ദുഃഖങ്ങൾ പകരാമോ? ഈ ദൈവസന്നിധിയിൽ 2 തുള്ളി കണ്ണുനീര് നിന്ന് വീഴ്ത്താമോ? ദൈവം ഉത്തരം നൽകും. കണ്ണുനീര് കണ്ടാൽ മടങ്ങിപ്പോകുന്നവനല്ല എൻ്റെ ദൈവം. എൻ്റെ ദൈവം കണ്ണുനീരിൻ്റെ മുമ്പ് നിൽക്കുന്നവനാണ് എൻ്റെ ദൈവം. എൻ്റെ ദൈവം കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് പൊടിഞ്ഞു കഴിഞ്ഞാൽ ഉത്തരമല്ല ദൈവമാണ്. കണ്ണുനീരിൻ്റെ നടുവിൽ എന്താ കരയുന്നെന്ന് ചോദിക്കുന്നൊരു ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന ദൈവം, ഞാൻ സേവിക്കുന്ന ദൈവം, ഞാൻ കുമ്പിട്ട് വണങ്ങുന്ന ദൈവം. ഈ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിക്കൊണ്ട് 2 തുള്ളി കണ്ണുനീരിന് വീഴ്ത്താമോ? ഈ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റെ ആരുടെ മുമ്പിലും നിന്നെ മുട്ടുമടക്കിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. കാരണം അവൻ അഖിലാണ്ടത്തിൻ്റെ ഒട്ടയവനാണ്, നമ്മെ മെനഞ്ഞവനാണ്, നമ്മെ സൃഷ്ടിച്ചവനാണ്, നമ്മുടെ ഉള്ളിൻ്റെ വേദന അറിയുന്നവനാണ്. ഒരുപക്ഷെ നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ ഉള്ളിൻ്റെ വേദന അറിഞ്ഞുകൂടാമായിരിക്കാം. അവിടെ ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ അവിടുത്തെ പുരോഹിതന് പോലും ഈ ഹന്നയുടെ വേദന മനസ്സിലായില്ല എന്ന് വേദപുസ്തകം വായിക്കുന്നത് കാണാൻ സാധിക്കുന്നു. പുരോഹിതൻ ഇങ്ങനെ പറയുകയാണ്, വീഞ്ഞു കുടിച്ച് ലഹരിച്ചിടിക്കുകയാണ്, മദ്യപിച്ചിരിക്കുകയാണ്, ലഹരിയുടെ ഇതാണെന്ന്. പക്ഷേ ഹന്നായുടെ ഉള്ളിൻ്റെ വേദന അറിയുന്ന ഒരു ദൈവമുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ വേദന നിന്റെ ദേശക്കാർ അറിഞ്ഞില്ലെങ്കിലും, നിന്റെ നെടുവീർപ്പ് നിന്റെ ഉറ്റ ബന്ധുക്കൾ അറിഞ്ഞില്ല എങ്കിലും,
നിന്റെ പിരിമുറുക്കം നിന്റെ മാതാവോ, നിന്റെ പിതാവോ, നിന്റെ മക്കളോ, കൊച്ചനുജന്മാരോ ആരും അറിഞ്ഞില്ല എങ്കിലും എൻ്റെ ദൈവം നിന്റെ വേദന അറിയുന്നു. ഹന്നായുടെ വേദന അറിഞ്ഞൊരു ദൈവം കടന്നു വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇതിനു വേണ്ടി വേറെ എങ്ങും ഓടണ്ട. നീ ആയിരിക്കുന്ന സ്ഥാനത്ത്, ആയിരിക്കുന്ന ഇടത്ത് ഹന്ന മുട്ടുകുത്തി പ്രാർത്ഥിച്ച് കണ്ണുനീര് വീഴ്ത്തിയതുപോലെ നീ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് 2 തുള്ളി കണ്ണുനീര് വീഴ്ത്താമോ? നിന്റെ കണ്ണുനീര് വീഴുന്ന നീ ഇരിക്കുന്ന നിലത്തല്ല, പിന്നെയോ സ്വർഗം തൻ്റെ സിംഹാസനവും ഭൂമി തൻ്റെ പാദപീഠവും എന്ന് അരുളി ചെയ്തിരിക്കുന്ന ആ പാദപീഠത്തിലാണ് നിന്റെ കണ്ണുനീര് വീഴുന്നത്. അവൻ്റെ പാദപീഠത്തിൽ ഒരു തുള്ളി കണ്ണുനീര് വീണാൽ അതിന് മറുപടിയുണ്ട്. നിന്റെ കണ്ണുനീര് തുരുത്തിയിൽ ശേഖരിക്കുന്നു എന്നാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് തുരുത്തി ശേഖരിക്കുന്നതെന്ന് ചോദിച്ചാൽ, തുരുത്തി നിറയുമ്പോൾ അതിന് പ്രതിഫലം തരാൻ വേണ്ടിയിട്ടാണ്. അളന്ന് പ്രതിഫലം തരാൻ വേണ്ടിയിട്ടാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിന്റെ ദുഃഖത്തെ എടുത്തു മാറ്റാൻ എൻ്റെ യേശു മതിയായവനാണ്. ഹന്ന കരഞ്ഞതുപോലെ ഈ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ? യേശുവുമായിട്ടൊന്ന് അടുത്ത് വന്ന് ഒറ്റ ബന്ധം പുലർത്തിക്കൊണ്ട് ഈ യേശുവിനോടൊന്ന് പറയാമോ, കർത്താവേ, എൻ്റെ കഴിഞ്ഞ നാളുകളിലുള്ള ദുഃഖം ഇതാണ്, കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ അനുഭവിച്ച വേദന ഇതാണ്, എനിക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നില്ല. ദൈവവചനം പറയുന്നത് പോലെ, പിതാക്കന്മാർ പറയുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ ഒരു പൂർണ്ണ സന്തോഷം എനിക്ക് ലഭിച്ചിട്ടില്ല. ഒന്ന് ദൈവസന്നിധിയിലൊന്ന് നെടുമ്പാട് വീണൊന്ന് പറയാമോ? പറഞ്ഞാൽ നിൻ്റെ വേദന ഏറ്റെടുക്കാൻ യേശു മതിയായവനാണ്. നിൻ്റെ ദുഃഖത്തെ ഏറ്റെടുക്കാൻ യേശു മതിയായവനാണ്. നിനക്ക് സന്തോഷം തരുവാൻ, സന്തോഷത്തിൻ്റെ സമ്മാനം തരാൻ. ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ കഴിഞ്ഞ രാത്രിയിൽ നീ നേരം വെളുപ്പിച്ചത് വളരെ വേദനയോടെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നുകൊണ്ടാ നീ നേരം വെളുപ്പിച്ചവനായിരിക്കാം. എന്നാൽ അതിൽ നിന്ന് മോചനം തരാൻ എൻ്റെ യേശു ഇന്ന് വന്നിട്ടുണ്ട്. നിൻ്റെ ആ ദുഃഖത്തെ എടുത്തു മാറ്റാൻ എൻ്റെ യേശു വന്നിട്ടുണ്ട്. സന്തോഷ സമ്മാനം നിൻ്റെ കരങ്ങളിൽ വെച്ച് തരാൻ എൻ്റെ യേശു വന്നിട്ടുണ്ട്. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സമർപ്പിക്കുന്നവർക്കായി സമ്മാനം യേശു തരുന്നു. സന്തോഷത്തിൻ്റെ നിത്യനും പരിശുദ്ധനുമായ സ്വർഗ്ഗസ്ഥ പിതാവേ, ജീവിതം ഇന്നുവരെയും സന്തോഷിക്കാൻ സാധിക്കാത്ത ചില മക്കൾ ഈ വീഡിയോ ശ്രവിക്കുന്നുണ്ട്, ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ട്. ഇന്ന് അവരെ ഒന്ന് മാറ്റിമറിക്കണമേ. നിൻ്റെ പൂർണ്ണ സന്തോഷം നിൻ്റെ മക്കൾക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു നാമത്തിൽ തന്നെ ആമേൻ.